പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യം തുടരുന്നതിനിടെ രാജ്യത്ത് വാണിജ്യ പാചകവാതക വിലയിൽ വൻ വർധനവ്. 19 കിലോയുടെ വാണിജ്യ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപയാണ് വർദ്ധിപ്പിച്ചത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നതാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത്. ഇന്ധനവിലയും വൈകാതെ വർദ്ധിച്ചേക്കുമെന്ന ആശങ്ക ശക്തമായിട്ടുണ്ട്. പുതുക്കിയ നിരക്ക് പ്രകാരം കൊച്ചിയിൽ സിലിണ്ടറിന് 3085 രൂപയാകും. തിരുവനന്തപുരത്ത് 3106 രൂപയും കോഴിക്കോട്ട് 3117 രൂപയുമാണ് പുതിയ വില. ഫെബ്രുവരിയിൽ പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ച ശേഷം മൂന്നാം തവണയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില കൂട്ടുന്നത്. നിലവിൽ ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ലെന്നത് മാത്രമാണ് ആശ്വാസം. വാണിജ്യ സിലിണ്ടറുകളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയെ തളർത്തും. പ്രവർത്തന ചെലവ് കുത്തനെ ഉയരുന്നതോടെ ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂട്ടാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് ഹോട്ടൽ ഉടമകൾ വ്യക്തമാക്കുന്നു. ഇത് സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെയും താളം തെറ്റിക്കും. ക്രൂഡ് ഓയിൽ ബാരലിന് $120 മുകളിൽ തുടരുന്ന സാഹചര്യത്തിൽ പെട്രോൾ, ഡീസൽ വിലയിലും ഉടൻ മാറ്റമുണ്ടായേക്കാം. പ്രീമിയം പെട്രോളിന് ഇതിനോടകം തന്നെ വില കൂട്ടിയിട്ടുണ്ട്. അതേസമയം വില വർധനവിനൊപ്പം തന്നെ ഗ്യാസ് വിതരണത്തിൽ മെയ് 1 മുതൽ കർശന നിയന്ത്രണങ്ങളും പ്രാബല്യത്തിൽ വന്നു. ദിവസപരിധി കൂട്ടി. നഗരപ്രദേശങ്ങളിൽ ഇനി 26 ദിവസത്തിലൊരിക്കൽ മാത്രമേ സിലിണ്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കൂ. ഗ്രാമപ്രദേശങ്ങളിൽ ഇത് 45 ദിവസമാണ്. OTP നിർബന്ധം. ഗ്യാസ് സിലിണ്ടർ കൈപ്പറ്റുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഡെലിവറി ഓതന്റിക്കേഷൻ കോഡ് നൽകണം. ബ്ലൂ ബുക്കോ രസീതോ മാത്രം കാണിച്ചിനി സിലിണ്ടർ വാങ്ങാൻ സാധിക്കില്ല. ദുരുപയോഗം തടയാനും വിതരണത്തിൽ സുതാര്യത ഉറപ്പാക്കാനുമാണ് എണ്ണ കമ്പനികളുടെ ഈ നീക്കം. എന്നാൽ പെട്ടെന്നുണ്ടായ ഈ മാറ്റങ്ങൾ ഉപഭോക്താക്കളെ വലയ്ക്കുമെന്ന് ഉറപ്പാണ്. പശ്ചിമേഷ്യൻ സംഘർഷം അങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുടുംബ ബജറ്റിനെ പോലും താളം തെറ്റിക്കുന്ന അവസ്ഥയിലാക്കി എന്ന് വേണം പറയാൻ. എന്തായാലും പാചകവാത വിലയിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഒറ്റയടിക്കാണ് 993 രൂപ വില വർദ്ധിച്ചിരിക്കുന്നത്. ആഭ്യന്തര വിപണിയിലും ഇത് പ്രതിഫലിക്കുന്നുണ്ട്. ഇന്ധനവിലയിലും വൈകാതെ ഇത് വർദ്ധിച്ചേക്കാം. എന്തായാലും അതുകൊണ്ട് തന്നെയാണ് ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂട്ടാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന് ഹോട്ടൽ ഉടമകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു സാധാരണക്കാരനെയും ഇത് ബാധിക്കുന്ന വലിയൊരു പ്രശ്നമായി മാറാനുള്ള സാധ്യത മുന്നിൽ കാണുന്നത്. എന്തായാലും പെട്രോൾ, ഡീസൽ വിലയിലും വലിയൊരു വർധനവ് വരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്.